എന്നെ എന്തുകൊണ്ട് കൈയും കാലുമില്ലാത്തവനായി സൃഷ്ടിച്ചു എന്ന് പരാതിപ്പെടുവാൻ എനിക്ക് അവകാശമില്ല. കാരണം ഇതെൻ്റെ തലവരെയാണ്. ഇത് നാം സ്വീകരിക്കണം. രണ്ടാമത്തെ സത്യം നമ്മുടെ ജീവിതാന്തസ്സാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ ജീവിക്കണം, നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്ത് ജീവിക്കണം എന്നത് ദൈവനിശ്ചയമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഡോക്ടർമാരായാൽ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കർഷകരായാൽ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അച്ഛന്മാരായാൽ, ഡോക്ടർമാരുടെ പണി ആര് ചെയ്യും? കർഷകരുടെ പണി ആര് ചെയ്യും? സമൂഹത്തിൻ്റെ ആവശ്യമനുസരിച്ച് ദൈവം ഓരോരുത്തർക്കും ഓരോ ജീവിതാന്തസ്സ് നൽകുന്നു. അത് നാം സ്വീകരിച്ചേ പറ്റൂ. BCAക്കും BComനൊക്കെ പഠിച്ച് നിങ്ങൾ പഠിച്ചതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജോലിയിലായിരിക്കും ചിലപ്പോൾ പ്രവേശിക്കുക. അത് ദൈവനിശ്ചയമാണ്. അത് നിങ്ങൾ സ്വീകരിക്കാൻ പറ്റൂ. മൂന്നാമത്തെ സത്യം നമ്മളുടെ വിവാഹമാണ്. നമ്മുടെ ജീവിതസഖിയായി ആര് വരും, നാം ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് ദൈവനിശ്ചയമാണ്.